മുന്നോടിയായി ബംഗാളിൽ കേന്ദ്ര സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. 830 കോടിയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. TMCക്കെതിരെയും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഇന്നലെ ഉയർത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാളിന് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്രം നൽകുന്നത്. രാജ്യത്ത് തന്നെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ബംഗാളിലാണ് കേന്ദ്രം അനുവദിച്ചത്. ഇന്നലെ മാൾഡയിൽ പ്രധാനമന്ത്രി ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 അമൃത് ഭാരത് സർവീസും ബംഗാളിന് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ 830 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. അതേസമയം TMCക്കെതിരായ ശക്തമായ വിമർശനമാണ് മോദി ഇന്നലെ ഉയർത്തിയത്. ബംഗാളിനെ TMC കൊള്ളയടിക്കുകയാണെന്നും വിശ്വാസം നഷ്ടപ്പെട്ട സർക്കാർ ഉടൻ പുറത്തുപോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ബംഗാൾ പിടിക്കാമെന്ന വ്യാമോഹം BJPക്ക് വേണ്ട എന്നാണ് TMCയുടെ പ്രതികരണം. ഐപാക് റെയ്ഡുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ ബംഗാളിൽ TMC പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ബംഗാളി ഭാഷയും സംസ്കാരവും ഉൾപ്പെടുത്തിയുള്ള രാഷ്ട്രീയ ഗാനങ്ങളും ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടിക്കുമാണ് TMC തുടക്കമിട്ടിരിക്കുന്നത്.